ആഹാ, ഇതാരാ? നേർ പെങ്ങളോ? എന്റെ സുഖവിവരം അറിയാൻ വിളിച്ചതാണോ അതോ മൊഴി ചോദിക്കാൻ വിളിച്ചതോ? മൊഴി ചോദിക്കാൻ എവിടെയെങ്കിലും ആരെങ്കിലും വരും. നേരാങ്ങളെ സൂക്ഷിച്ചോ. അത്രയ്ക്ക് ദുഷ്ടതരങ്ങളാണല്ലോ ചെയ്തു കൂട്ടുന്നത്. കിടന്ന് ചെലക്കാതെ വല്ലതും പറയാനുണ്ടെ പറയടി. അല്ല, എന്റെ ജീവിതം നശിപ്പിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ജ്യോതിയുടെ വീട്ടിൽ പോയി വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഓ, അതാണ് കാര്യം. ഇടി, എന്റെ ജീവിതം നശിച്ചത് അവള് കാരണമാ. ഏട്ടനെ കല്യാണം കഴിക്കാമെന്ന് അവൾ എനിക്ക് വാക്ക് തന്നാടി. എന്നിട്ടിപ്പ ഇങ്ങനെ കാലു മാറിയ ഏട്ടൻ എന്ത് ചെയ്യണം? നീ പറ. അവൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ അവളുടെ പിന്നാലെ നടക്കുന്നത്? എടി, അവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും എനിക്ക് എന്റെ ഇഷ്ടം കളയാൻ പറ്റുമോ? നമുക്കൊരു അന്തസ്സില്ലേടി. ഏട്ടനൊരു കാര്യം പറയാം. നീ സത്യത്തിൽ എന്റെ കൂടെ നിൽക്കേണ്ടവള്. എന്നിട്ടും അവരുടെ കൂടെ ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്റെ ഭാര്യ ആകേണ്ടവളാ പ്രിയ. അപ്പൊ സൂര്യയോ? അവളെ എന്ത് ചെയ്യണം? അതിപ്പോ എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാലേ എനിക്കറിയേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ. സൂര്യയെ ഒഴിവാക്കിയിട്ട് പ്രിയെ നിങ്ങൾ കല്യാണം കഴിക്കാന്ന് നിങ്ങൾ ഈ ജന്മത്തെ സ്വപ്നം കാണണ്ട. ഞാനത് സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണോടി? വെച്ചിട്ട് പൊടി. ചേടാ, ഇവളെന്താ ഇങ്ങനെ? സ്വന്തം സഹോദരനെ അവക്കും സഹായിക്കാൻ മേലെ. ഇവളൊക്കെ എന്തനീതിയാണാവോ? അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കല്യാണ ദിവസം അടുത്തെങ്കിലും ഇങ്ങനൊരു ചടങ്ങ് നാട്ടു നടപ്പല്ലേ? DK പറയുന്നതിനോട് എനിക്ക് 100% സമ്മതമാണ്. മറ്റു ബന്ധുക്കളാരും വേണ്ട, ഞങ്ങൾ കറക്റ്റ് സമയത്തിന് അവിടെ എത്തിയിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. അദ്ദേഹം എന്താ പറഞ്ഞു? അവർക്ക് പ്രശ്നമൊന്നുമില്ല. എന്തോ ഒരു ചടങ്ങിന്റെ കാര്യം പറയുന്ന കേട്ടല്ലോ. എന്ത് ചടങ്ങാ അത്? പ്രിയയുടെ വിവാഹം നടത്താമെന്ന് വാക്കുകൊടുത്തത് ഞാനാണെന്ന് അറിഞ്ഞിട്ടും ഇടങ്കോലിടാൻ അവൻ ഇറങ്ങി തിരിച്ചത് പ്രിയയെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമല്ല, എന്നെ തോൽപ്പിക്കാൻ കൂടി വേണ്ടിയാ. കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് അവന്റെ എന്നല്ല ആരുടെയും അനുവാദം വേണ്ട. പ്രിയയുടെ കല്യാണം ആഘോഷമായിട്ട് തന്നെ നടത്തും. എന്തായാലും അവൻ നമ്മളെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് അടിയന്തിരമായ ഒരു ചടങ്ങ് കൂടി അങ്ങ് നടത്തണം. എന്ത് ചടങ്ങ്? ആ ചടങ്ങ് നടത്തേണ്ടത് സരോവരത്തിലാണ്. നാളെ തന്നെ അത് ഞാൻ നടത്തിയിരിക്കും. എല്ലാരും എത്തിയല്ലോ. എന്താവനെ? യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു. വരും. ശരി. ചേച്ചി, എന്താ പെട്ടെന്നൊരു തീരുമാനം? ഈ മോതിരം മാറ്റം? അതൊക്കെ DKയുടെ തീരുമാനം. ഇന്നലെ അവനിവിടെ വന്നു എന്നറിഞ്ഞപ്പോഴാ DK വാശി പിടിച്ചത്. ഇന്ന് ഈ ചടങ്ങ് നടത്തിയേ പറ്റൂന്ന്. നിനക്കിപ്പോ സന്തോഷായില്ലേ? ചേച്ചി ഇനി അവിടെ ഇറക്കി വിടാൻ ആർക്കും പറ്റില്ലല്ലോ.
എനിക്ക് അവിടെ നിന്ന് തിരിച്ചു പോരണമെന്ന് തോന്നിയാലോ? ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ചുമ്മാ പറഞ്ഞതാടി. ആ അങ്ങനെ ഇപ്പൊ പറയണ്ട, ഒരു ചുമ്മാ പറച്ചില്ല കാര്യം. ദേ മര്യാദയ്ക്ക് അമരാവതിയിൽ നിന്നോണം. DKയുടെ ഈ സ്വഭാവമൊക്കെ കുറച്ചു കഴിയുമ്പോ മാറും. നോക്കട്ടെ. കൊള്ളാവോ? ചിലത് പ്രിയയെ വിളിക്കും. സാരി മരി മരി സാദ സാ സാരി മരി മരി സാദ സാ സരി 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 മപ മപ മരി സരി 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 മപ സരി 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 മപ മപ മരി സരി 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 മപ സരി 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 മപ മപ മരി സരി 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 മപ. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആ ശരി. ജ്യോതി, ഇവിടെ തന്നെ ഇപ്പൊ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഫോട്ടോ ആണല്ലോ.
സാർ 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 എന്താണോ പറഞ്ഞു തൊലയ്ക്കേ. സാറേ, ഇവനാ മോതിര മോഷണ കേസിലെ പ്രതിയാ. അതെ സാറേ, പാർട്ടി ഓഫീസിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. എന്തിന്? അല്ല, നമ്മുടെ പയ്യനെ വലുതായിട്ടൊന്നും നോവിക്കില്ലെന്ന് പറഞ്ഞു. ഇല്ല, നോവിക്കില്ല. ആരാ വിളിച്ചു പറഞ്ഞത്? നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ആളാ. നീ കഞ്ചാവിന്റെ പരിപാടി മാത്രമേ ഉള്ളോ? മാലമോഷണം കൂടിയ ഐറ്റം വല്ലൊക്കെ ഉണ്ടോ? സാറേ വേണ്ട സാർ, പ്ലീസ് മതി സാറേ, വേണ്ട. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആളാ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ ഉപദ്രവിക്കില്ലെന്ന്. സോറി പറയണ്ടേ? ഞാൻ പറഞ്ഞു സാർ, ഞാൻ പറഞ്ഞു. നിനക്ക് നൊന്തോടാ? ഇല്ലേ? സാർ വേണ്ട, സാർ വേണ്ട, സാർ വേണ്ട, സാർ പ്ലീസ്, സാർ വേണ്ട, അവൻ ചത്തുപോകും. എടുത്തിട്ട് പോടോ. ഇങ്ങോട്ട് നടക്കുന്നു. ഞാൻ മോതിരിടേണ്ട വരല്ലേ അവൻ മോതിരിടുന്നു. ഞാൻ താലി കെട്ടേണ്ട കഴുത്തില് അവൻ താലി കെട്ടുന്നു. എന്റെ മണിയറയിലേക്ക് വരേണ്ടവൾ അവന്റെ മണിയറയിലേക്ക്. ശരിയാക്കാം, നമുക്കെല്ലാം ശരിയാക്കാം. നിന്റെ കല്യാണം ഞാൻ നടത്തിത്തരാം. അമ്പടി കള്ളി, എന്തൊരു ചിരി. ഇവളാണോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഇത്രയും ബഹളം വെച്ച്? ബേക്കറിക്കാരി, എന്താ ഈ കാണിക്കുന്നേ? ഒളിഞ്ഞു നോക്കുന്ന മര്യാദയുള്ള പരിപാടിയാണോ? അതിനാരൊളിഞ്ഞു നോക്കിന്നാ? എന്റെ പൊന്നെ, ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല. അവര് തമ്മിൽ സംസാരിക്കുന്ന കണ്ട എത്ര സ്നേഹത്തോടെ നോക്കി. കണ്ടോ, മോതിരം മാറിയതേ ഉള്ളൂ. അവരുടെ കളിയും ചിരിയും കണ്ടില്ലേ? ഇപ്പോഴേ അവര് പരസ്പരം അടുത്തു കഴിഞ്ഞു. അതിനിപ്പോ നിനക്കെന്ത് വേണം? അല്ല, ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവര് ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞാ അവരെത്രമാത്രം സ്നേഹിക്കും അല്ലേ? അവരുടെ ജീവിതം സ്വർഗായിരിക്കും അല്ലേ ഹിറ്റ്ലറെ? എനിക്കറിയില്ല. എങ്ങനെ അറിയാം? പോത്തിനറിയോ ഏത്തവാഴയുടെ ഗുണം? എന്തോന്ന്? ഓ, ഞാനൊരു ബനാന ചോക്ക് പറഞ്ഞതാ. പഴഞ്ചൊല്ലേ? വേറെയും പഴഞ്ചൊല്ലുണ്ട്. എന്തോന്ന്? ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ലാന്ന്. മനസ്സിലായോ? എന്റെ ദൈവമേ, അവരുടെ ജീവിതമെങ്കിലും സന്തോഷാക്കി കൊടുക്കണേ. എന്റെ അവസ്ഥ ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടാക്കല്ലേ. പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും അവര് നല്ല ദമ്പതികളായിട്ട് ജീവിക്കട്ടെ. ഈശ്വരാ. ഈ DKക്ക് നാണമില്ലേ അവിടെ പോയി മോതിരം മാറ്റൽ ചടങ്ങ് നടത്താൻ?
കല്യാണം നടത്താനുള്ള പണവും സ്വർണവും കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഡിക്ക് എങ്ങനെ ഓരോന്നിന്റെ പിന്നാലെ നടക്കുന്നത്? അനിയത്തിയുടെ കല്യാണം നടത്തേണ്ടത് ഏട്ടന്റെ കടമയല്ലേ? ആ കടമ നിർവഹിക്കണ്ടേ? എന്ത് കടമ വേണമെങ്കിലും നിർവഹിക്കട്ടെ. എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട സ്വർണവും പണവും അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി ഡിക്ക് ചെലവഴിക്കുന്നത്. അത് മറക്കരുത്. നമുക്കതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ യാതൊരു അവകാശവും ഇല്ലല്ലോ. നമ്മളൊക്കെ കൂലിക്കാരെ പോലെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. ഇനിയെങ്കിലും ഈ കുറ്റം പറച്ചിലൊന്നും നിർത്തിക്കൂടെ? നിങ്ങൾക്ക് ചെയ്യാൻ വേറെ എന്തെല്ലാം ജോലികളുണ്ട്, പറയാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വെറുതെ എന്തിനാ ഏട്ടനെ ഏട്ടത്തെയും കുറ്റപ്പെടുത്തുന്നത്? ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം ഏട്ടൻ നടത്തുന്നതിന് ഒരു തെറ്റുമില്ല. അത് അദ്ദേഹത്തിന്റെ കടമയാ. നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തോ പണമോ ഒന്നും ഏട്ടനെടുത്ത് ആർക്കും കൊടുക്കില്ല. അതിൽ നിങ്ങൾക്ക് ഒരാശങ്കയും വേണ്ട. ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നിങ്ങളുടെ ഏട്ടത്തേമ്മയുണ്ടല്ലോ ജ്യോതി, അവരുടെ തലയണ മന്ത്രം കേട്ടിട്ടാ ഇതൊക്കെ ഡിക്ക് ചെയ്യുന്നത്. ഏട്ടത്തെ കുറ്റം പറയരുത്. ഓ, ഏട്ടത്തിയെ കുറ്റം പറഞ്ഞ അനിയൻ ഇപ്പോഴും പൊള്ളും അല്ലേ? അതെ, എന്റെ ഏട്ടത്തെ കുറ്റം പറഞ്ഞ എനിക്ക് പൊള്ളും. ദേ, എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് ഒരു കാര്യം പറയാനുണ്ട്. ഭാര്യമാരെ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തിക്കോണം. അതിന് കഴിവില്ലെങ്കിൽ പെണ്ണ് കെട്ടാൻ പോകരുത്. അതെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അമരാവതിയിൽ നിങ്ങൾക്കുള്ള അവകാശം എന്താണോ അത് ഞങ്ങൾക്കുണ്ട്. ചാവലിപ്പെട്ട് കുറയ്ക്കും പോലെ എന്റെ അടുത്ത് കുറയ്ക്കാൻ വന്നോണ്ടല്ലോ, വാരിയെടുത്ത് ഭിത്തിയിലടിക്കും ഞാൻ. എന്നെ പഴയ ശിവയാക്കരുത്, പറഞ്ഞേക്കാം. അതെ, ഇത്രയും നാള് ഞങ്ങള് ചാവാലിപ്പട്ടിയെ പോലെ തന്നെയാ ഈ വീട്ടിൽ ജീവിച്ചത്. പക്ഷേ ഇനി അങ്ങനെ ജീവിക്കാൻ ഉദ്ദേശമില്ല. ഞങ്ങൾ ആരും ആരുടെ അടിമകളൊന്നുമല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കും അവകാശപ്പെട്ട വീട് തന്നെയാ ഇത്. ഇവിടെ ഞങ്ങൾക്കും ചില സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട്. ഈ അമരാവതി എന്ന പേര് ഒരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചുണ്ടായതൊന്നുമല്ല. അതിൽ തന്നെയുണ്ട് ഞങ്ങളുടെ അമ്മയുടെ പേരിന്റെ പകുതി. നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത സഹോദരിയെ മറക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ മറക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീടായത്. ഇവിടെ ഞങ്ങൾക്കുള്ള അവകാശം ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. എന്താ ഇത്? വാട്ട് ഈസ് ദിസ്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ശിവ, എന്താ പ്രോബ്ലം? ഇവര് ഈ വീട്ടിലുള്ള ഇവരുടെ അവകാശത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അമരാവതി എന്നത് ഇവരുടെ അമ്മയുടെ പേരിന്റെ പകുതി കൂടി ചേർന്നതാണല്ലോ. എസ് കെ ഞങ്ങളോട് അവകാശം പറഞ്ഞ ഞങ്ങൾക്കും തിരിച്ച അവകാശത്തെക്കുറിച്ച് പറയേണ്ടി വരും. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ അമ്മയുടെ പേരുകൂടി ചേർത്തിട്ട് തന്നെയാ അമരാവതി എന്ന പേര് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇന്ന് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതേ എന്റെ ദേവന്റെ അധ്വാനമാ. അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല. അമ്മേ, ഞാൻ ആരോടും ഒരു അധികാരത്തിന്റെയും അവകാശത്തിന്റെയും കാര്യം പറഞ്ഞിട്ടില്ല. ഇവരാ വെറുതെ അതൊക്കെ പറഞ്ഞ് വഷളാക്കിയത്. അമ്മ ഒരു കാര്യം ചെയ്യും, ഈ സ്വത്തിൽ ഇവർക്ക് അവകാശമുള്ളത് ഇവരുടെ പേരിൽ എഴുതി കൊടുത്തേക്ക്. എനിക്കോ ഏട്ടനോ അതിലൊരു പരാതിയില്ല. എന്താ, സ്വത്തൊക്കെ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യണം? ഓരോരുത്തർക്ക് എന്തൊക്കെയാ വേണ്ടത്? പൊയ്ക്കോളല്ലേ മുന്നേ. അവകാശം ചോദിക്കാൻ വന്നേക്കുന്നു. Get out!
മഹേശ്വരൻ ഇതൊക്കെ? ഇതൊന്നും എന്റെ ഹാർട്ടിന് താങ്ങാൻ പറ്റില്ല. അമ്മ വേറൊന്നും ആലോചിക്കണ്ട. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങ് കൊടുത്തേക്കമ്മേ. മൈലിറ്റിൽ കണ്ണ, സമാധാനമായി കണ്ണടയ്ക്കാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണേ എന്റെ കൃഷ്ണ. ഗുരുവായൂരപ്പ.